ഞാനിന്ന് അടുക്കളയിലെത്തിയപ്പോൾ കണ്ടത് ദർശു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് നാളികേരപ്പാൽ പിഴിയുന്നതാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ നാളികേരപ്പാൽ എന്നാണ് പറയാറുള്ളത്. ഇതോ ഇതോ ഏത് തിന്ന തിന്ന തിക്ക ഇതെന്ത് പാല് ഇതെന്ത് പാല് എന്ത് പാല ഇതോ നീ അമ്മ പറഞ്ഞേ എനിക്കറിയില്ലേ അതശ് പറയും ടീച്ച് കോക്കനട്ട് മിൽക്ക് തിന്ന അതാ ഇത് തിക്ക്. അവൻ എന്താ ചോദിച്ചെന്ന് കേട്ടോ? അവൻ എന്നോട് ഈ നാളികേരപ്പാൽ പിഴിയുന്നത് ഒന്നാം പാലാണോ രണ്ടാം പാലാണോ എന്നാണ്. ദർശുവിന് അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അവൻ്റെ ഒരു രീതിയാണത്. അവന് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അത് അവൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ അവനൊരു മെനു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഗ്രീൻ പീസും ചപ്പാത്തിയും ആവാമെന്ന്. ഗ്രീൻ പീസ് കറി അവൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് ഏറ്റിട്ടുണ്ട്. ദശു വളരെ പ്ലാൻഡ് ആയിരുന്നു. അവൻ സ്കൂൾ വിട്ട് വന്നിട്ട് നേരെ തന്നെ ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടു. വൈകുന്നേരമായപ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് അതെല്ലാം വളരെ വൃത്തിയായി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അവന് തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ച് ഉണ്ടാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. റെസിപ്പീസൊക്കെ അവന് മനപ്പാടാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അവൻ്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുമൊക്കെയാണ് ഇതിലൂടെ ഡെവലപ്പായി വന്നത്. ഇതൊക്കെ അവൻ തനിയെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സമാധാനമാണ്. ഞാൻ അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിച്ചത്. ഒരു കാലത്ത് ഞങ്ങളൊന്നും അവൻ്റെ കൂടെ ഇല്ലാതാവുന്ന സമയത്ത് അവനെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പാനും കഴിക്കാനും ഒക്കെ തനിയെ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്നൊരു ആശ്വാസം. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ ഫീലിങ്ങിൻ്റെ ഒരു ഡെപ്ത് എന്തുമാത്രം പറഞ്ഞ് മനസ്സിലാക്കാമെന്നോ എനിക്കറിയില്ല. ഒരുപാട് പേരൻസ് ദർശുവിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. അവൻ്റെ ഡിഫറെൻറ്റ് സ്കിൽസിലൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ഓൺ ചെയ്യുന്നതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ തെറാപ്പീസും സപ്പോർട്ട് സിസ്റ്റവും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് തന്നെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഷേപ്സ് എ ചൈൽഡ് ഇൻ വേസ് നത്തിങ് എൽസ് ക്യാൻ. ജീവിതം തന്നെ ഒരു നല്ല പാഠപുസ്തകമാണ്. ദർശുവിൻ്റെ ജീവിതത്തിൽ അവൻ അക്വയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയി തന്നെ നൽകുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എവരി സ്പേസ് ബിക്കംസ് ലേണിംഗ്. ദർശുവിനെ ഞങ്ങൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും പരമാവധി ഉൾക്കൊള്ളിക്കാറുണ്ട്. അതിലേറ്റവും അധികം കിച്ചണിൽ തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ടോട്ട് ഹിം മോർ ദാൻ എനി വർക്ക് ഷീറ്റ്സ് എവർ കുഡ്. അവിടെ നിന്നും അവൻ പ്ലാനിങ്, എക്സിക്യൂഷൻ, പ്രസൻറ്റേഷൻ, ഹൈജീൻ, ടൈമിംഗ്, കോസ് ആൻഡ് എഫക്ട്സ്, മാത്തമാറ്റിക്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് മെനി മോർ സ്കിൽസ് അവനിലോട്ട് ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇതൊന്നും എബ്സ്ട്രാക്ട് ലെസൺസ് അല്ല, ഇതൊക്കെ ലീവ്ഡ് എക്സ്പീരിയൻസസ് ആണ്. ആൻഡ് ലീവ്ഡ് എക്സ്പീരിയൻസസ് സ്റ്റേ. പക്ഷേ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുള്ളത്, മിക്കവാറും പാരൻസൊക്കെ കുട്ടികളെ കിച്ചണിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ ഹെസിറ്റൻ്റ് ആണ്. ദർ ഇസ് ഫിയർ. അവർക്ക് പേടിയാണ്, കുട്ടികൾക്ക് ഹേർട്ട് ആവുമോ, അവർക്ക് മുറിവുകൾ സംഭവിക്കുമോ, എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ. ആൻഡ് ഓണസ്റ്റ്ലി ദാറ്റ് ഫിയർ ഇസ് വാലിഡ്. പക്ഷേ യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ റിസ്ക് എല്ലായിടത്തും ഉണ്ട്. ഈവൻ നമ്മുടെ വീടിനകത്ത് പോലും റിസ്കിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാവില്ല. ആൻഡ് വാട്ട് വി ക്യാൻ ഡു ഈസ് ഗൈഡ്, എക്സ്പ്ലെയിൻ ആൻഡ് സ്റ്റേ പ്രസൻറ്റ്. ഇഫ് ഫിയർ സ്റ്റോപ്സ് us, ലേണിംഗ് സ്റ്റോപ്സ് ദർ. ആൻഡ് വെൻ ലേണിംഗ് സ്റ്റോപ്സ്, ഇൻഡിപെൻഡൻസ് നെവർ ബിഗിൻ. ദർശു ഡെയിലി ഒന്നും കുക്ക് ചെയ്യാറില്ല. ദർശുവിനെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഡെയിലി നടക്കാറില്ല. ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷേ അവൻ ഇൻട്രസ്റ്റഡ് ആയി ചെയ്യുമ്പോൾ ഹീ ഡസ് ഇറ്റ് ഫുള്ളി, വിത്ത് ഫോക്കസ്, വിത്ത് കെയർ ആൻഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഹിസ് സെൻസ് ഓഫ് ടേസ്റ്റ് ഓഫൻ സർപ്രൈസ് മീ. ദർശു ഉണ്ടാക്കുന്ന കറി ഒന്ന് കഴിച്ചു നോക്കണം. ഐ വാ, അടിപൊളിയാണ്.